നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ചോദ്യത്തിന് അല്ലെങ്കിൽ ഒരു സംശയത്തിന് ഏഞ്ചൽസ് ഈ നിമിഷത്തിൽ തരുന്ന ഉത്തരം എന്താണെന്ന് നോക്കാം. അല്പനേരം ശാന്തമായിരിക്കുക. ശ്വാസം ഉള്ളിലേക്ക് ദീർഘമായി എടുക്കുക. പുറത്തേക്ക് വളരെ സാവധാനത്തിൽ ശ്വാസം വലിച്ചുവിടുക. ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്തതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യത്തിനെക്കുറിച്ച് ചിന്തിച്ച് ഏഞ്ചൽസ് എന്താണ് ആൻസർ തരുന്നത് എന്ന് ചോദിക്കുക. നിങ്ങൾ ചോദിച്ചിരിക്കുന്ന കാര്യം എപ്പോൾ നടക്കും എന്നാണെങ്കിൽ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ്, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന കാര്യം തീർച്ചയായും നടക്കും. അടുത്ത ചില മാസങ്ങൾ അതിനുവേണ്ടി നിങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരും. ഈ കാത്തിരിപ്പ് ഒരിക്കലും വിഫലമാവുകയില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ നല്ല റിസൾട്ട് കിട്ടുന്നത് കുറച്ചു കാലം കാത്തിരിക്കുമ്പോഴായിരിക്കും. അടുത്തതായി യെസ് എന്നാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും കാര്യം നടക്കുമോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് നടക്കുമെന്നാണ് പറയുന്നത്. വളരെ പോസിറ്റീവായ ഒരു എനർജിയാണ് ഈ കാർഡിൽ ലഭിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ച കാര്യം തീർച്ചയായും നടക്കും എന്ന് മനസ്സിലാക്കുക. അടുത്തതായി ലുക്ക് ഫോർ എ സൈൻ എന്നാണ് പറയുന്നത്. അതായത് ചിലപ്പോൾ നിങ്ങൾ ഇത് നടക്കുന്നതിന് എന്തെങ്കിലും സൂചന നിങ്ങൾക്ക് പ്രപഞ്ചം നൽകും. ഒരു ഉദാഹരണത്തിന് ചിലപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ നടത്തുകയാണെങ്കിൽ, എന്തെങ്കിലും കാര്യത്തിന് മാനിഫെസ്റ്റേഷൻ നടത്തുകയാണെങ്കിൽ സാധാരണ ലഭിക്കുന്ന ഒരു സൈൻ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാകുമ്പോഴാണ് നിങ്ങളിലേക്ക് പുതിയ കാര്യങ്ങൾ വരുന്നത്. ഇങ്ങനത്തെ ചില സൂചനകൾ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അത് യു ആർ റെഡി. ചിലർക്ക് സംശയം ഉണ്ടായിരിക്കും, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. മനസ്സിലൊരു ആകുലത, ഒരു ഉത്കണ്ഠ ഉണ്ടായിരിക്കും. ഞാൻ പ്രോപ്പർലി പ്രിപ്പയർഡ് ആണോ, എല്ലാ സമയവും ശരിയാണോ എന്നൊക്കെ. ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് ആക്ഷൻ എടുക്കാനാണ്. എല്ലാ തരത്തിലും നിങ്ങൾ തയ്യാറാണ്. എന്ത് ചോദ്യമാണെങ്കിലും നിങ്ങൾ അതിന് തയ്യാറാണെന്നാണ് ഏഞ്ചൽസ് നൽകുന്ന ഉത്തരം. കോംപ്രമൈസ്, ഒരു ബാലൻസ് നിങ്ങൾ കീപ്പ് ചെയ്യണം എന്ത് കാര്യത്തിലായാലും. ചിലപ്പോൾ പ്രാക്ടിക്കാലിറ്റി, അതുപോലെ ഇമാജിനേഷൻ, അങ്ങനെ എന്തെങ്കിലും കാര്യത്തിലായിരിക്കാം. അല്ലെങ്കിൽ ചില സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നേക്കാം. വിജയത്തിന് എപ്പോഴും ഒരു ബാലൻസ് വേണമെന്ന് മനസ്സിലാക്കുക. ഓൾ ദി ബെസ്റ്റ്.